ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് സ്റ്റൂ ആണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ: ബീഫ് 1/2 കിലോ, കുരുമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കറുവപ്പട്ട 1 കഷ്ണം, ഗ്രാമ്പു 5, ഏലക്ക 4, സവാള 2 എണ്ണം അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 10-12 അല്ലി, അത് രണ്ടും ചെറുതായിട്ട് അരിയണം, ഉരുളക്കിഴങ്ങ് ഇടത്തരം 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 4 എണ്ണം പിളർന്നത്, തേങ്ങാപ്പാൽ 1/4 പാൽ 2 കപ്പ്, 2/2 പാലും 2 കപ്പ്, ഗരം മസാല 1/2 ടീസ്പൂൺ, കറിവേപ്പില, ഉപ്പ്. ഇറച്ചി നന്നായി കഴുകി വെള്ളം കളഞ്ഞ് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കുക്കറിലിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് വേണം വേവിക്കാൻ. ചില ഇറച്ചിക്ക് കൂടുതൽ സമയം വേണ്ടി വരും, ചിലത് പെട്ടെന്ന് വേവും. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 4 ഏലക്ക പൊട്ടിച്ചതും 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 5 ഗ്രാമ്പും ഇട്ട് മൂപ്പിക്കുക. ഇതിൽ സവാള ഇട്ട് വഴറ്റുക. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും പച്ചമുളക് കീറിയതും ചേർത്ത് വഴറ്റുക. മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് വഴറ്റണം. വഴന്നു വരുമ്പോൾ 2/2 പാൽ ഒഴിക്കുക. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കറിവേപ്പില ഇട്ട് വെന്ത ഇറച്ചി കൂടി ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. തിളച്ച് കഴിയുമ്പോൾ ചെറുതീയിൽ വെച്ചാൽ മതി. ചാറ് കുറുകി ഉരുളക്കിഴങ്ങും വെന്ത് കഴിയുമ്പോൾ 1/4 പാൽ ചേർക്കാം. അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർക്കണം. നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചതച്ച് വെച്ചത്. അതിൽ ആദ്യം പകുതി ചേർത്തു. ഇപ്പോൾ ബാക്കി 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കണം. കറിവേപ്പില ഇട്ട് വാങ്ങി വെക്കാം. ചൂടോടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.